വാപ്പയും ഉമ്മയും പഠിക്കണം മോനെ എന്ന് പറയുമ്പോൾ ഇത് വല്ലാതെ ഇറിറ്റേഷൻ ആക്കുന്ന ഒരു വാക്കാണെന്ന് കൂട്ടുകാരന്മാരും കൂട്ടുകാരത്തികളും തമ്മിൽ പറഞ്ഞ് രസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, എന്തിനാ വാപ്പ ഇങ്ങനെ നിങ്ങളെക്കൊണ്ട് പഠിപ്പിക്കുക അല്ലെ പഠിക്കുക എന്ന് പറയുന്നത്? എന്തിനാ ഉമ്മ ഇങ്ങനെ നിങ്ങളെ കൂടെ ഇരുന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പറയും നിങ്ങൾ പഠിക്കുക എന്ന് പറയാനല്ലാതെ നിങ്ങളുടെ പരീക്ഷയിൽ വലിയ മാർക്കൊന്നുമില്ലല്ലോ, ആകെ 10ഓ 15ഓ 12ഓ മാർക്കല്ലേ ഉള്ളൂ എന്നൊക്കെ തിരിച്ച് വാപ്പയോടും ഉമ്മയോടും ചോദിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ മക്കളോടൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് ആലോചിക്കുക. അവരുടെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ എവിടേക്കോ എത്താൻ അവർ ആഗ്രഹിച്ചിരുന്നു. ആ ഒരൊറ്റ കുറവിൻ്റെ പേരിൽ എവിടെയോ എത്താൻ ആഗ്രഹിച്ചിട്ടും അവിടെ നിന്ന് എത്താതെ സ്ട്രഗിൾ ചെയ്ത് ജീവിതം കരുപിടിപ്പിച്ചവരാണ്. പക്ഷേ നിങ്ങൾക്കങ്ങനെ സാധിക്കില്ല. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ആ മാർക്ക് നോക്കാതെ നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്, കാലം കുറേ വികസിച്ചിട്ടുണ്ട്, നന്നായി പഠിക്കണം, ഫുൾ A+ വാങ്ങണം, മികച്ചു നിൽക്കണം എന്നൊക്കെ പറയുന്നത്. ആ പറച്ചിലുകളൊക്കെ തട്ടാൻ നിങ്ങൾ അവരുടെ SSLC ബുക്ക് നോക്കിയിട്ട് അതിനൊരു പരിഹാരമാർഗ്ഗം ഉരുളക്കുപ്പേരി എന്നുള്ള പറയുന്ന രൂപത്തിലാകരുത്.